ഖുർആനിൽ അതിൻ്റെ ദലാലത്ത് മുത്തവാത്തിറുണ്ടാകും, അല്ലാത്തുണ്ടാവും. ഇപ്പോൾ ഖുർആനിൽ നമുക്ക് എത്തിയതെല്ലാം മുത്തവാത്തിറാണ്. അള്ളാഹു തആല പറഞ്ഞു കൊടുത്ത് നബി സ്വഹാബത്ത് ഓതി കൊടുത്ത് അങ്ങനെ കൈമാറിപ്പോന്ന ആശയം വാചകങ്ങളെ ഖുർആനിലുള്ളൂ. എന്നാൽ ഖുർആനിലെ ഒരു ആയത്തിൻ്റെ അർത്ഥം അത് തന്നെയാണോ? അതിൽ ചിലപ്പോൾ തഫ്സീറിൽ വ്യത്യസ്ത ചർച്ചകൾ കാണും. ഒരു ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണോ അല്ല അങ്ങനെയാണോ മൂന്നാമതൊന്നാണോ, അതിൻ്റെ തഫ്സീറുകളിൽ പല ചർച്ചകൾ ഉണ്ടാകും. അപ്പോൾ ആ ആയത്ത് ഇന്ന കാര്യത്തെ അറിയിക്കുന്നു എന്ന കാര്യം മുത്തവാത്തിർ ആയിക്കൊള്ളുന്നില്ല. എന്നാൽ ആ ആയത്താണ് എന്ന കാര്യം മുത്തവാത്തിറാണ്. അതായത് മുത്തവാത്തിർ ദലാലയുണ്ട്, മുത്തവാത്തിർ സുബൂത്തുണ്ട്. രണ്ടായിട്ട് മുത്തവാത്തിർ അറിയാലോ, നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. സംഘമായി കൈമാറി പോരുക. അതെന്താണ്? ആ സംഗതി സ്ഥിരപ്പെടാനുള്ളതാണ്. ആ സംഗതി മുത്തവാത്തിറായി സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ സംഘങ്ങൾ കൈമാറി പോകുന്നു എന്നർത്ഥം. എന്നാൽ അങ്ങനെ സ്ഥിരപ്പെട്ട് കിട്ടിയൊരു വാചകം, ആ വാചകത്തിൽ നിന്ന് എന്താണ് നമുക്ക് വിധി കിട്ടാനുള്ളത്? അതാണ് ദലാലത്ത്. ആ പദം എന്തിനറിയിക്കുന്നു, ആ ആയത്ത് എന്തിനറിയിക്കുന്നു, ആ ഹദീസ് എന്തിനറിയിക്കുന്നു, അതാണ് ദലാലത്ത്. ആ ദലാലത്തെല്ലാം മുത്തവാത്തിർ ആയിക്കൊള്ളുന്നില്ല. ഒരു ആയത്ത് മുത്തവാത്തിർ ആയതുകൊണ്ട് അത് ദലാലത്ത് മുത്തവാത്തിർ ആകണമെന്നില്ല. ഹദീസ് മുത്തവാത്തിർ ആയതുകൊണ്ട് ദലാലത്ത് മുത്തവാത്തിർ ആകണമെന്നില്ല. ഹദീസ് ആഹാദായാലും ചിലപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ മുത്തവാത്തിറായിരിക്കാം. തർക്കത്തിന് വകയില്ലാത്ത വിധം ഗണ്യമായി ഒരു ആശയത്തെ അറിയിക്കുന്ന ഹദീസ് ദർജ വ്യത്യാസമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ മുത്തവാത്തിർ തവാത്തുർ, ഏതിലാണ് തവാത്തുർ? നമ്മിലേക്കത് വന്ന് കിട്ടിയ വഴി മുത്തവാത്തിറാണ്. എന്നാൽ അത് ഇന്ന കാര്യത്തെ അറിയിക്കുന്നു എന്ന കാര്യം മുത്തവാത്തിർ ആയിക്കൊള്ളുന്നില്ല. നബി ആ കാര്യം പറഞ്ഞു എന്ന കാര്യം മുത്തവാത്തിറായി കിട്ടി. ആ പറഞ്ഞതിന് ആശയമില്ലാകുന്നു, അതൊരു പക്ഷേ മുത്തവാത്തിറാകാം, അല്ലാതെയാകാം. കാരണം ഇപ്പോൾ 2 വ്യാഖ്യാനത്തിന് വകുപ്പുള്ള പദങ്ങളുണ്ടാകാം, 3-4 വ്യാഖ്യാനങ്ങൾക്ക് വകുപ്പുള്ള വാചകങ്ങൾ ഉണ്ടാവാം. അതാണ് ദലാലത്ത്. അപ്പം മുത്തവാത്തിർ ദലാല, മുത്തവാത്തിർ സുബൂത്ത്. ഖുർആൻ പൂർണ്ണമായും മുത്തവാത്തിർ സുബൂത്താണ്. അതായത് ഖുർആനിലെ ഓരോ അക്ഷരങ്ങളും തർക്കമില്ലാത്ത വിധം മുസ്ലിം ഉമ്മത്ത് ഐക്യകണ്ഠേന കൈമാറിപ്പോന്ന അക്ഷരങ്ങളും പദങ്ങളുമേ ഖുർആനിലുള്ളൂ. ഒരു കഷ്ടം വാക്ക് അത് ഖുർആനിലുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ഉണ്ടാവില്ല. അത് സ്ഥിരപ്പെട്ട കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അത് മുത്തവാത്തിറായി വന്നതാണ്. വ്യത്യസ്ത ഖിറാഅത്ത് നബീനെ സ്ഥിരപ്പെട്ട് വന്ന ഖിറാഅത്തുകളാണ്. അതോടൊപ്പം സുബൂഹ് ഖിറാഅത്ത് പറഞ്ഞു, 7 ഖിറാഅത്തുകൾ, അതൊക്കെ നബീനെ സ്ഥിരപ്പെട്ട് വന്നതിനാണ്. അറബികൾ എല്ലാവരും ഖുറൈശികളല്ല, അറബികൾക്ക് എല്ലാവർക്കും ഒരേ ശൈലികളല്ല. അതുകൊണ്ട് ഖുർആൻ പ്രധാനമായും ഇറങ്ങിയത് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, മുബീനായ അറബി ഭാഷയിൽ. അതാണ് ഖുറൈശികളുടെ ഭാഷ. എന്നാൽ ഖുറൈശികൾ അല്ലാത്ത അറബി ഗോത്രങ്ങളുണ്ട്. അവരുടെ ഭാഷയിൽ ചില സ്ഥലത്തൊക്കെ അല്ലാഹു തആല ചില പാരായണത്തിന് അനുവാദം കൊടുത്തു. അതാണ് മറ്റു ഖിറാഅത്തുകൾ 7 ഖിറാഅത്തുകളായി വന്നു. ഒന്നുകിൽ അങ്ങനെ ചില സ്ഥലത്ത് 2 അർത്ഥം കിട്ടാൻ വേണ്ടി ഉണ്ടാവും. ഇപ്പം മാലിക് യൗമിദ്ദീൻ, അവിടെ മാലിക് യൗമിദ്ദീൻ എന്നും മലിക് യൗമിദ്ദീൻ എന്നും പാരായണമുണ്ട്. കാരണം മാലിക് എന്നാൽ രാജാവ് എന്നാണ്, മലിക് എന്നാൽ ഉടമസ്ഥൻ എന്നാണ്. ഉടമസ്ഥനായതുകൊണ്ട് മാത്രം ഒരു രാജാവാവുകയില്ല, രാജാവായതുകൊണ്ട് മാത്രം ഒരാൾ ഉടമസ്ഥനാവുകയുമില്ല. അപ്പോൾ ഒരാൾ രാജാവുമാണ് ഉടമസ്ഥനുമാണ്, രണ്ടും ഉൾക്കൊള്ളണമെങ്കിൽ മാലിക് യൗമിദ്ദീൻ എന്നും മലിക് യൗമിദ്ദീൻ എന്നും ഖിറാഅത്തുണ്ടായാൽ രണ്ടും കിട്ടിയവിടെ. അള്ളാഹു മാലിക്കുമാണ്, അള്ളാഹു മലിക്കുമാണ്. അപ്പോൾ അവിടെ 2 ഖിറാഅത്ത് വന്നതിൽ അങ്ങനെ ഒരു തത്വം കൂടി അതിലുണ്ട്. അത് ഓരോ സ്ഥലത്തും ഓരോരോ സാഹചര്യം. അതൊക്കെ നബീന് ഇതേപോലെ മുത്തവാത്തിറായി സ്ഥിരപ്പെട്ട് വന്ന ഖിറാഅത്തുകൾ തന്നെയാണ്. പിന്നെ ഒറ്റപ്പെട്ട ഖിറാഅത്ത് വേറുണ്ട്. 7 ഖിറാഅത്ത് അല്ലാത്ത മറ്റു ഖിറാഅത്തുകൾ, ഒറ്റപ്പെട്ട ഷാദായ ഖിറാഅത്തുകളുണ്ട്. അതിന് ഈ പരിഗണന ഒട്ട് നൽകപ്പെടുന്നുമില്ല.